ഗൗരവമായ ഒരു സെഗ്മെന്റ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും, കുറെ പേർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്നാലും ഇന്നത്തെ എപ്പിസോഡിൽ ആരാണ് ആ സെഗ്മെന്റിൽ സിറ്റിസൺ ജേർണലിസം ആയിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് വെൽക്കം സിഞ്ചു. സൂപ്പർ അമ്മയും മകളും. വാം വെൽക്കം സിഞ്ചു. താങ്ക് യു മാം. സിഞ്ചുന്റെ കൈ തണുത്തിരിക്കുന്നു. ഈ കടുവക്കൂട്ടിലെ കണ്ട് വെട്ടുപോയിട്ടുണ്ടല്ലോ സിഞ്ചു. മുഖമൊക്കെ വെള്ളറി വന്നുടനെ തന്നെ. അല്ല, ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ആദ്യമായിട്ടാണ്. വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ചെയ്ത ജോലി എന്താണ് എന്ന് പറയൂ. എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോയത് സിഞ്ചു? ചിക്കനിലൂടെ വരുന്ന ഭക്ഷ്യവിഷബാധയുടെ ഒരു റിസർച്ച് പോലെ, അതായത് അതെങ്ങനെയാ അത് ചിക്കൻ വരുന്നത് എവിടെ നിന്നാണ് വരുന്നത്, ആ വരുമ്പോഴത്തേക്ക് ഇവിടെ കൊണ്ടുവരുന്ന ചിക്കൻ യഥാർത്ഥമാണോ, അതായത് ജീവനോടുള്ള കോഴിയാണല്ലോ അറുക്കുന്നത്. മിക്കവാറും കോഴികൾക്കെല്ലാം എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ നമ്മുടെ ഒരു ടെൻറ്റ് പോലെ കെട്ടിയിട്ട് റോഡരികിൽ 70 രൂപയ്ക്ക് 2 പീസ് ചിക്കൻ വെച്ചിട്ട് അവിടെ ചിക്കൻ ബിരിയാണി കൊടുക്കുന്നതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇതിനെക്കുറിച്ചൊന്നും പലർക്കും പല അറിവുണ്ടാകത്തില്ല. ഈ ഒരു ക്യാഷിന്, അതായത് മുതലാണ് 2 വലിയ പീസ് ചിക്കൻ നമ്മളൊരു കടയിൽ അന്വേഷിക്കുമ്പോൾ പലരും കടയിൽ വെട്ടിയാണല്ലോ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഭക്ഷണം കൊടുക്കുന്നത് പ്രോഫിറ്റുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ചിലർക്ക് അതൊരു ഇതായിരിക്കും, ടെന്റ് കെട്ടി ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സക്കാത്ത് പോലെയോ ഒക്കെ ആവാലോ. അല്ല, ഇത് ഇപ്പൊ ഇവിടെ അതൊരു വേറെ തന്നെ ടോപ്പിക്കാണ്. നമുക്ക് ഏതായാലും ഈ ടോപ്പിക്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ. യാത്രക്കിടയിലും മറ്റും നമ്മൾ ഒരുപാട് തവണ കണ്ടുമറിയുന്ന ഒരു ബോർഡാണ് 70 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി, 50 രൂപയ്ക്ക് ഷവർമ, 250 രൂപയ്ക്ക് ഫുൾ ഷവായി. വില കുറച്ച് കൊടുക്കുന്നവരുടെ നല്ല മനസ്സിനെ ചോദ്യം ചെയ്യുന്നതല്ല നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം. 3 ചപ്പാത്തി ചിക്കൻ കറി 50 രൂപ, 3 പെറോട്ട ചിക്കൻ കറി 50 രൂപ, 4 ഇടിയപ്പം ചിക്കൻ കറി 50 രൂപ. നല്ല ക്വാളിറ്റിയും വൃത്തിയും നിലനിർത്തിക്കൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് അതനുസരിച്ചുള്ള അളവ് ക്രമീകരിച്ചുകൊണ്ട് ഈ രീതിയിൽ കച്ചവടം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെ ഉപദ്രവിക്കാൻ ഒട്ടും മനസ്സില്ല. അതിനൊക്കെ വിരുദ്ധമായി ഈ വിലയ്ക്ക് അളവിൽ കൂടുതൽ സാധനം നൽകിക്കൊണ്ട് കച്ചവടം നടത്തുന്നവരുടെ പിന്നാമ്പുറ കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. 180 രൂപ ചിക്കൻ മാർക്കറ്റിൽ വിലയുള്ളപ്പോൾ 2 പീസ് ചിക്കൻ ഉൾപ്പെടെ ഒരു ബിരിയാണിക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ട് അളവിൽ ഒരു വ്യത്യാസവും വരുത്താതെ 70 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി എങ്ങനെ വിൽക്കാൻ കഴിയുന്നു? ഒരു കോഴിയുടെ ശരാശരി തൂക്കം 2.5 കിലോയാണ്. അത്തരം ഒരു കോഴി എടുത്താൽ സാധാരണഗതിയിൽ 15 പീസ് വെട്ടാൻ കഴിയും. 2 കിലോ 200 300 ഒരു കോഴിയെ ബിരിയാണി പീസ് മാക്സിമം 15-16 പീസ് വരും. അങ്ങനെ വരുമ്പോൾ ഒരു പീസ് ചിക്കന് ഏകദേശം 30 രൂപ വില വരും. അത്തരത്തിൽ 2 പീസ് ചിക്കന് 60 രൂപ. ബിരിയാണിയുടെ മറ്റ് ചേരുവകളെല്ലാം കൂടെ ഏറ്റവും കുറഞ്ഞ വില ഇട്ടാൽ പോലും 20 രൂപയ്ക്ക് മുകളിലാകും. 1 കിലോ കൈമ റൈസിന് 100 മുതൽ 120 രൂപ വരെയാണ് വില. 1 കിലോ അരിക്ക് 6 പേർക്ക് ബിരിയാണി കൊടുക്കാം, അല്ലെങ്കിൽ 7 ആണെങ്കിൽ പോലും 14 രൂപ അതിനാകും. പിന്നെ നെയ്യ്, അണ്ടിപ്പരിപ്പ്, കിസ്മസ്, ഏലക്ക, മസാല എല്ലാം കൂടെ എങ്ങനെ ഇത്തരത്തിൽ കൊടുക്കാൻ കഴിയുന്നു? ഈ ചോദ്യം വിരൽ ചൂണ്ടുന്ന ഒരു മേഖലയാണ് യഥാർത്ഥ ചിക്കൻ ആണോ ഇതിൽ ഉപയോഗിക്കുന്നത്. ഫാമുകളിൽ കോഴി ഏജൻസികൾ വളർത്താൻ നൽകുന്ന കോഴികൾ ഏതെങ്കിലും വകை ചത്താൽ അതിനെയൊക്കെ എണ്ണം ബോധ്യപ്പെടുത്താൻ എന്ന മട്ടിൽ അവയെല്ലാം അവർ തിരിച്ചെടുക്കുകയാണ് പതിവ്. ഇത്തരത്തിൽ തിരിച്ചെടുക്കുന്ന ചത്ത കോഴികളെ യഥാവധി ഡിസ്പോസൽ ചെയ്യുന്നുണ്ടോ എന്നറിയാനുള്ള നടപടികൾ ഒന്നും തന്നെ നിലവിലില്ല എന്നത് പല സംശയങ്ങൾക്കും ഇട നൽകുന്നു. എന്നും അത് രാവിലെ കശാപ്പു ചെയ്ത് 2 മണി മുതൽ ബൈക്കിലോ ഓട്ടോയിലോ അതിർത്തി കടന്നെത്തുന്ന ചിക്കനുകളിൽ ഇതൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ചിക്കൻ വിലയിൽ വരുന്ന വലിയ വ്യത്യാസം അതിർത്തി കടന്ന് ഇങ്ങോട്ടുള്ള ചിക്കൻ്റെ ഒഴുക്ക് കൂട്ടുന്നു. കൊന്നതിനു ശേഷം 4-5 മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഈ ചിക്കനുകൾ പല കച്ചവടക്കാരിലും എത്തുന്നത്. ഇതെല്ലാം വിഭവങ്ങളാകാൻ പിന്നെയും മണിക്കൂറുകൾ എടുക്കും. അപ്പോഴേക്കും ഈ മാംസങ്ങളെല്ലാം ചീഞ്ഞു തുടങ്ങിയിരിക്കും. യഥാവിധി ശീതീകരണ സംവിധാനങ്ങളില്ലാതെയാണ് ഈ ചിക്കനുകൾ മാർക്കറ്റിൽ എത്തുന്നത് എന്നുള്ളത് വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനാണ്. ഈ അടുത്ത കാലത്തുണ്ടായ ഭക്ഷ്യവിഷബാധകളിലെല്ലാം ചിക്കൻ ഒരു പ്രധാന വില്ലനായി വരുന്നത് ഈ ഇത്തരം സംശയങ്ങൾക്കെല്ലാം അടിവരയിടുന്നു. നാളെ നമ്മുടെ ആരുടെയെങ്കിലും ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ഇതിനെയൊക്കെ സസൂക്ഷ്മം വീക്ഷിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ ഇജുവിനൊപ്പം സിഞ്ചു, തിരുവനന്തപുരം. വെരി നൈസ് സിഞ്ചു.
സത്യം പറഞ്ഞാൽ ആ വിഷ്വൽ പറയുമ്പോൾ സിഞ്ചുവിനുള്ള കൺവിക്ഷൻ, കണ്ണിന്റെ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ആ പറയുന്നതിന്റെ കോൺഫിഡൻസ്, ആ സമയത്ത് കൺവിൻസ് ചെയ്യാനുള്ള ഒരു കാര്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് നേരത്തെ കാണാൻ കഴിഞ്ഞില്ല. അതിനകത്ത് വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് സിഞ്ചുവിന്റെ ആ കാര്യങ്ങളെ പറഞ്ഞത്. പക്ഷെ അതിനകത്ത് ഒരുപാട് പോരായ്മ. ഒന്ന്, തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിൽ കോഴികൾ കൊണ്ടുവരുന്ന വിഷ്വൽ കിട്ടിയില്ല. എവിടെയെങ്കിലും കോഴിയൊക്കെ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ കോഴികളുള്ള സ്ഥലത്ത് നമ്മൾ പോയായിരുന്നു ഈ സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് വെച്ചാൽ ഈ കോഴികൾ കൊണ്ടുവന്നിട്ട്, അതായത് ഈ വേസ്റ്റ് വണ്ടിയിൽ കോഴികൾ കൊണ്ടുവന്നിട്ട് പല ബേക്കറികളിലും പല ഹോട്ടലുകളിലും കൊടുക്കുന്നതായിട്ട് ഞാൻ പറയട്ടെ. ഈ ഒരു വിഷയത്തെ സിഞ്ചു എന്താണ് സംഭവം എന്നറിയാമോ? സിഞ്ചു പറയുന്ന ഈ വിഷയം ഒന്നല്ല, പല തവണ പല ചാനലുകളിൽ വാർത്തയായി വന്നിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ അറിവിൽ നിന്നുകൊണ്ട് ആണ് സിഞ്ചു ഇത് ചെയ്തിരിക്കുന്നത്. ഈ വാർത്തയിൽ എവിടെയും അതിന് തെളിവ് കാണുന്നില്ല. ഇപ്പൊ ഇത് അടച്ചാക്ഷേപിക്കുന്ന പോലെ ഏത് ബേക്കറി എന്നില്ല, എല്ലാ ബേക്കറികളും ഇങ്ങനെയാണെന്ന് തോന്നും. വില കുറച്ച് കൊടുക്കുന്ന എല്ലാവരും കുഴപ്പക്കാരാണെന്ന് തോന്നും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അങ്ങനെയല്ലല്ലോ. സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്നത് എവിടെ, ഏത് ഭാഗത്ത്, കട്ട്ലറ്റിനാണോ ഇത് യൂസ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ളവർക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്, എത്രത്തോളം ഫുഡ് പോയ്സണിങ് ഒരു മെഡിക്കൽ കോളേജിൽ എത്ര അധികം അഡ്മിറ്റഡ് ആവുന്നുണ്ട്, എത്ര കേസസ് ആണ് ഫുഡ് പോയ്സണിങ് ആയിട്ട് വരുന്നത്, അതിൻ്റെ റീസൺ ചിക്കൻ ആണോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു പുതിയതായ ഒരു എലിമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരു കാര്യത്തെ സോളിഡ് പ്രൂഫ് കയ്യിൽ വെച്ചുകൊണ്ട് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ വെരിഫൈഡ് അല്ലാത്ത ഒരു വാർത്ത പുറത്തു വിട്ടാൽ അത് നമുക്ക് പരാതി കൊടുത്ത് കേസാക്കാനുള്ള സാധ്യതയുണ്ട്. മാം അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഇവര് നമ്മൾ ഒരിക്കലും ഇങ്ങനെ വില കുറച്ച് കൊടുക്കുന്നവരെ അല്ലെങ്കിൽ വൃത്തിയായിട്ട് കൊടുക്കുന്നവരെ പറയുന്നതല്ല. അല്ല, അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ അഭിപ്രായമേ ആയുള്ളൂ, വാർത്തയായില്ല. കുറച്ചുപേര് നല്ലതുകൊണ്ട്, കുറച്ചുപേര് ചീത്തയുണ്ട്, കുറച്ചുപേര് ഇങ്ങനെയൊക്കെ ഭക്ഷണം ഇങ്ങനെ മോശമായിട്ട് ഉപയോഗിക്കുന്നതുണ്ട് എന്ന് പറഞ്ഞാൽ വാർത്തയല്ല. എന്താണ് വാർത്തയാവുക? ഒരു എവിഡൻസിനെ പ്രൂഫോടുകൂടി അടിവരയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യണം. വെരിഫൈഡ് പ്രൂഫ്, അതാണ് ഇതിന്റെ അടിസ്ഥാനം. അല്ലെങ്കിൽ യു ക്യാൻ ഓൾവേസ് സേ അലജഡ്ലി, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതായി കേൾക്കുന്നു, അല്ലേ? അപ്പൊ ആ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ന്യൂസ് ആക്കി മാറ്റേണ്ടത്? മാം ന്യൂസ് എപ്പോഴും നമ്മൾ പ്രൂഫ് സയൻറ്റിഫിക്കലി, മാം തന്നെ പറഞ്ഞല്ലോ, ഇപ്പോൾ എല്ലായിടത്തും അതായത് പല ചാനലിലും വന്നു പോയതാണ്, പക്ഷേ ഒരിടത്തും പ്രൂഫായിട്ട് കിട്ടുന്നില്ല. പ്രൂഫൊക്കെ കൊടുത്തിട്ടുണ്ട്, അല്ല, അവര് വിഷ്വൽസ് കാണിച്ചിട്ടുണ്ട്, ചത്തു കിടക്കുന്ന കോഴിയെ എടുത്ത് കൊടുക്കുന്ന വിഷ്വൽസും എല്ലാം ചാനലുകളിൽ വന്നിട്ടുണ്ട്. അല്ല, അഭ്യൂഹങ്ങളാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ഇത് പലരെയും നമുക്ക് അവെയർ ചെയ്യിക്കുന്നതും ന്യൂസ് അല്ലേ? നമ്മൾ ഒരാളെ, അതാണ് വ്യത്യാസം. അത് ന്യൂസ് അല്ല, അത് ജേർണലിസം, പ്രോപ്പർ ജേർണലിസം അല്ല. ഇന്നത്തെ കാലത്ത് ഞാൻ സമ്മതിക്കുന്നു ഇതിനെ ന്യൂസ് എന്ന ആൾക്കാർ അറിയപ്പെടുന്നുണ്ട് എന്ന്. യൂട്യൂബ് വീഡിയോസിലൂടെയും ഒക്കെ പലരും നമുക്ക് ഭയപ്പെടുത്തുന്ന ഒരു പൊതുബോധത്തിനെ ഒന്ന് ഉണർത്തുന്ന, ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് വാർത്തയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് വാർത്തയല്ല. വാർത്ത എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ഇത്ര പേര് ഇത്ര ഫുഡ് പോയ്സണിങ് അടിച്ച് ഇത്ര അളവിൽ ഇത്ര പ്രാവശ്യം ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആവുന്നുണ്ട് എന്നൊരു രേഖ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. പോൾട്രി അധികാരികളോടോ ലൈഫ് സ്റ്റോക്കിന്റെ ആൾക്കാരോടോ സംസാരിച്ചോ? ഇതിന്റെ തെളിവുകളുണ്ടോ? ഇതിനെങ്ങനെയാണ് നിങ്ങൾ പഠനം നടത്തുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഇതിന് തടയിടാൻ ശ്രമിക്കുന്നത്? ഇതിന്റെ മാൽ പ്രാക്ടീസസ് എന്തൊക്കെയാണെന്ന് അധികാരികളോട് ആരോടെങ്കിലും സംസാരിച്ചോ? ഇല്ല, സംസാരിച്ചില്ല. അപ്പോൾ ഒരുപാട് പോരായ്മകൾ സിഞ്ചുവിന്റെ ഈ ഒരു പഠനത്തിലുണ്ട്. കുറ്റപ്പെടുത്തല്ല, പക്ഷെ ഒരു സിവിൽ സർവീസ് ഒക്കെ എഴുതാനിരിക്കുന്ന ഒരാൾ വന്ന് ഒരു ഭയപ്പെടുത്തുന്ന, സമൂഹത്തിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത വെറുതെ ഇങ്ങനെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളൊക്കെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് വാർത്തയാവില്ല, നിങ്ങളുടെ അഭിപ്രായം മാത്രമേ ആവുള്ളൂ. താങ്ക് യു സോ മച്ച്. ഞാനൊരു ഹിഡൻ മാർക്ക് ഇടുന്നുണ്ട്. ഓക്കെ, അടിപൊളിയായിരുന്നു കേട്ടോ.